ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഐ എം അനുഷ്ക. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി വന്നിട്ട് പൊക്കുവടയാണ്. നല്ല ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് പച്ചമുളകാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇത്ര പച്ചമുളക് വേണം. പിന്നെ നമുക്ക് ഓണിയൻ വേണം. ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടില്ലെങ്കിൽ ഒരു 1 2 3 4 5 6 ഒരു 6 ഓണിയനാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടില്ല. പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പില വേണം. പിന്നെ കുറച്ച് കൊത്തമല്ലി വേണം. പിന്നെ ഞാൻ അവിടെ ഒരു 3 ഇഞ്ചി എടുത്തിന്. പിന്നെ നമുക്ക് വേണ്ടത് ഇത് നമ്മുടെ കായപ്പൊടിയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് മുറിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് എടുക്കുന്നത് പച്ചമുളകാണ്. നമുക്ക് മുറിക്കാം. ഞാനിവിടെ പച്ചമുളക് മുറിക്കുന്നുണ്ട്. പച്ചമുളക് അരിഞ്ഞിട്ടുണ്ട്. ഇത് വന്നിട്ട് നേർമേലായിരിക്കണം അരിഞ്ഞിട്ടുണ്ടാവേണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് കരിവേപ്പിലയാണ്. അപ്പോൾ നമുക്ക് കരിവേപ്പില മുറിക്കാം. അപ്പോൾ കരിവേപ്പിലയും നിങ്ങൾ നേർമേലാണ് മുറിക്കേണ്ടത്, കട്ടിയിൽ മുറിക്കരുത്. ഞാൻ കരിവേപ്പില മുറിച്ചതിന് ഇനി നമുക്ക് അടുത്തത് കൊത്തമല്ലി എടുക്കാം. ഞങ്ങളുടെ കൊത്തമല്ലി എടുക്കണ്ടേ. നമുക്കിതും ഒന്ന് നേർമേൽ മുറിച്ചെടുക്കാം. ഞാനിവിടെ കൊത്തമല്ലി മുറിച്ച് വെച്ചിട്ട് നമുക്ക് അടുത്തത് ഞാൻ എടുക്കുന്നത് ജിഞ്ചറാണ്. നമുക്കിതും ഒന്ന് നേർമേൽ മുറിച്ചെടുക്കാം. ജിഞ്ചർ എടുത്തിന് ഇങ്ങനെ അല്ലാത്ത ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ മുറിച്ചിട്ട് വേണം നമ്മൾ നേർമേൽ മുറിക്കാൻ. അപ്പോൾ ഇത് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് മുറിക്കുക. നമ്മളിങ്ങനെ ലൈൻ ആയിട്ട് മുറിക്കാനോ സ്ട്രെയിറ്റ് ആയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മൾ ക്യൂബ് പോലെ ഇങ്ങനെ മുറിച്ചെടുക്കാൻ. ഇങ്ങനെ ഫ്രണ്ട്സ്, ഞാനിവിടെ ജിഞ്ചർ മുറിച്ചിട്ടില്ലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഒണിയനാണ് മുറിക്കാൻ പോകുന്നത്. ഇതും നമ്മൾ നേരിയ രീതിയിൽ തന്നെയായിരിക്കണം മുറിക്കണത്. നമുക്ക് ഫസ്റ്റ് ഒണിയൻ മുറിച്ച് കൊടുക്കാം. ആദ്യം ഇങ്ങനെ മുറിച്ചിന് നമുക്ക് ഇത് മുറിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ എല്ലാം ഇടുന്നു. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടിയും. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് കടലപ്പൊടി ഇടാം, കടലമാവ് ഇടാം. അങ്ങനെ അതുപോലെ മുറിച്ച് കൊടുക്കുന്നുണ്ട് കടലമാവ്. ഞാനിവിടെ കടലമാവ് ഇട്ടിന് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഉപ്പിട്ട് കൊടുത്തിന്. ഇനി നമുക്ക് ഇവിടെ കായപ്പൊടി ഇടാം. ഇവിടെ കായപ്പൊടി ഇട്ടിന്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് ടേമറിക് പൗഡർ ഇട്ട് കൊടുത്തിന്. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടിയും കൂടി ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇവിടെ അരിപ്പൊടി ഇട്ടിട്ട് ഇനി ഇതൊക്കെ കൂടി നമുക്ക് ഒന്നും കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം.
ബട്ടറും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ നല്ലോണം മിക്സാക്കി ഇങ്ങനത്തെ ഒരു പരുവത്തിലാക്കി എടുത്തിന്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമുക്കൊരു പാൻ എടുക്കണം. ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പാൻ ഇവിടെ എടുത്തിന്. നമുക്ക് ഈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അത് നമ്മൾ കുഴച്ച് വെച്ച് മിക്സ്ഡാക്കി വെച്ച സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അവിടെ സ്റ്റൗ ഓണാക്കി നമുക്ക് ഈ പാൻ ഇവിടെ വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ അവിടെ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ ഓയിൽ തുറന്നിട്ട് ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിൽ ഒഴിച്ചിന്. ഇനി നമുക്ക് കുറച്ച് മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ ഓയിൽ നല്ലോണം ചൂടായതിന് നമുക്ക് ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മിക്സ് നമ്മൾ ഇട്ട് കൊടുക്കാതെ ഞാൻ കുറച്ചെടുത്തിട്ടേ നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഇത്ര ഇട്ട് കൊടുത്തതിന് ഇനിയിപ്പോൾ ഇത് നമുക്ക് നല്ലോണം ഒന്ന് വേവണം. എന്നിട്ട് നമ്മളുടെ ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. വേണ്ടിട്ട് കൊടുക്കണ്ടേ. അങ്ങനെ മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ എല്ലാം തിരിച്ചിട്ടിന്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു സൈഡ് നല്ലോണം വെന്തുമ്പോൾ നെക്സ്റ്റ് സൈഡ് തിരിച്ചിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മളിത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഇതൊക്കെ കുറച്ച് വേവാൻ തുടങ്ങിയെന്ന് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഇത് എന്തായാലും ട്രൈ ചെയ്തേണം. പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതൊക്കെ നല്ലോണം വെന്ത് വന്നെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇങ്ങനത്തെ ഒരു സാധനം വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മളുടെ പൊക്കുവട ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ഇവിടെ സോസും കൂടി എടുക്കുന്നുണ്ട്. ഒരു പീസ് എടുത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് അടിപൊളി ടേസ്റ്റാണ്. നല്ല രസമുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല. അപ്പോൾ ഇത്രയല്ലോ. ബൈ.